നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ബെഞ്ചമിൻ ബ്ലൺഫീൽഡിൻ്റെ വളരെ രസകരമായിട്ടുള്ളൊരു ഗെയിമാണ് കാണിക്കാൻ പോകുന്നത്. ഈ ഗെയിം നടന്നിരിക്കുന്നത് 1903-ലാണ്. അദ്ദേഹത്തിൻ്റെ എതിരാളി ആരാണെന്ന് വ്യക്തമല്ല. ബെഞ്ചമിൻ E4 മുതൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് E5 മൂവ് ചെയ്യുന്നു. വൈറ്റ് നൈറ്റിനെ F3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ C6ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ബിഷപ്പിനെ C4ലേക്കോ C5ലേക്കോ അല്ലെങ്കിൽ നൈറ്റിനെ C3ലേക്കോ ഡെവലപ്പ് ചെയ്യുന്നതാണ് നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത്. എന്നാൽ വൈറ്റ് ഇവിടെ ബിഷപ്പിനെയോ നൈറ്റിനെയോ ഡെവലപ്പ് ചെയ്യുന്നില്ല, പകരം D4 മൂവ് ചെയ്യുന്നു. ഈ ഓപ്പണിംഗ് സ്കോച്ച് ഗെയിം എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ ബ്ലാക്ക് പോണുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാണ്. പോൺ വെച്ച് പോൺ കിട്ടുന്നു, വൈറ്റ് നൈറ്റ് വെച്ച് തിരിച്ചു കിട്ടുന്നു. ഇവിടെ ഇപ്പോൾ ബിഷപ്പ് വെച്ച് ഈ നൈറ്റിനെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരികയോ അല്ലെങ്കിൽ ഒരു ചെക്കോട് കൂടി ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യുകയോ അതുമല്ലെങ്കിൽ നൈറ്റിനെ F6ലേക്ക് ഡെവലപ്പ് ചെയ്യുകയാണ് ഇവിടുത്തെ മെയിൻ മൂവ്. എന്നാൽ ബ്ലാക്ക് ഇവിടെ ഇതൊന്നും ചെയ്യുന്നില്ല, പകരം നൈറ്റിനെ E7ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റ് നൈറ്റിനെ C3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് G6 മൂവ് ചെയ്യുന്നു. ഇനി ബിഷപ്പിനെ G7ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വൈറ്റിനെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരികയാണ് ബ്ലാക്കിൻ്റെ ഉദ്ദേശം. എന്നാൽ ആ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ട് വൈറ്റ് ഒന്നും ചെയ്യുന്നില്ല, പകരം ബിഷപ്പിനെ G5ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ നൈറ്റിനെ പിൻ ചെയ്യുന്നു. ഈ സമയത്ത് ബ്ലാക്ക് പ്ലാൻ ചെയ്ത അറ്റാക്കുമായിട്ട് മുന്നോട്ട് പോയാണ്. ബിഷപ്പിനെ G7ലേക്ക് കൊണ്ടുവന്ന് വൈറ്റിൻ്റെ നൈറ്റിനെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നു. ഇപ്പോൾ ആ നൈറ്റിനെതിരെ 2 പീസുകൾ വെച്ച് അറ്റാക്ക് ആയിട്ടുണ്ട്. എന്നാൽ വൈറ്റ് ഇപ്പോഴും ഈ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റാനോ അല്ലെങ്കിൽ ആ നൈറ്റിനെ ഒരു സപ്പോർട്ട് കൊടുക്കാനോ ശ്രമിക്കുന്നില്ല, പകരം നൈറ്റിനെ D5ലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ നൈറ്റിനെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നു. ആ നൈറ്റ് ബിഷപ്പിൻ്റെ പിന്നിങ്ങില്ലാതെ കാരണം ബ്ലാക്കിന് ഇപ്പോൾ നൈറ്റ് വെച്ച് നൈറ്റിനെ ഓട്ടാൻ പറ്റില്ല. എന്നാൽ ബ്ലാക്ക് ഇവിടെ മറ്റൊരു പ്ലാനുമായിട്ടാണ് കളിക്കുന്നത്. അതുകൊണ്ട് ബ്ലാക്ക് ഇവിടെ ഒരു എക്സ്ചേഞ്ചിലേക്ക് തന്നെ പോവുകയാണ്. ബിഷപ്പ് വെച്ച് വൈറ്റിൻ്റെ നൈറ്റിനെ എടുക്കുന്നു. ഇപ്പോൾ ബ്ലാക്കിന് ഒരു നൈറ്റ് ലാഭം കിട്ടിയിട്ടുണ്ട്. ഇവിടെ ബ്ലാക്കിൻ്റെ പ്ലാൻ എന്താണെന്ന് നോക്കാം. വൈറ്റ് ഇപ്പോൾ ബിഷപ്പ് വെച്ച് ബ്ലാക്കിനെ നൈറ്റിനെ എടുത്തുകൊണ്ട് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുകയാണെങ്കിൽ ബ്ലാക്കിന് ബിഷപ്പ് വെച്ച് F2ലെ പോയിന്റ് എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കാം. വൈറ്റ് ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്തില്ല എങ്കിൽ ബ്ലാക്കിന് ഒരു പീസ് ലാഭമായി തുടരും. അല്ലാതെ അത് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നൈറ്റ് വെച്ച് ആ ബിഷപ്പിന് ഇട്ടെടുക്കാം. ഇപ്പോഴും ബ്ലാക്കിന് ഒരു പോൺ കൂടുതലുണ്ട്. പോരാത്തതിന് വൈറ്റിൻ്റെ കിങ് സൈഡ് വീക്കാകുകയും വൈറ്റിന് കാസ്റ്റിങ്ങിലുള്ള അവകാശം നഷ്ടപ്പെടുകയും ചെയ്യും. ഈ ഒരു പ്ലാനോടുകൂടിയാണ് ബ്ലാക്ക് ഇവിടെ കളിക്കുന്നത്. നമുക്കിനി ഗെയിമിലേക്ക് വരാം. ഇവിടെ ബ്ലാക്ക് ബിഷപ്പ് വെച്ച് വൈറ്റിൻ്റെ നൈറ്റിനോട്ട് എടുത്തിരിക്കുകയാണ്. എന്നാൽ വൈറ്റ് ഇവിടെ ഈ ബിഷപ്പ് വെച്ച് ബ്ലാക്കിൻ്റെ നൈറ്റിനോട്ട് എടുക്കുന്നില്ല, പകരം മറ്റൊരു മികച്ച മൂവാണ് ചെയ്യുന്നത്. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം വൈറ്റിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എല്ലാവരും കണ്ടുപിടിച്ചാണെന്ന് പ്രതീക്ഷിക്കുന്നു. ആ മൂവ് എന്താണെന്ന് അറിയുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. നമുക്കിപ്പോൾ കമൻറ്റ് ബോക്സിൽ കൂടുതലും വരുന്നത് 2 കാര്യങ്ങളാണ്. ഒന്നാമത്തത് ഓപ്പണിങ്ങിനെ കുറിച്ച് വീഡിയോ ചെയ്യണമെന്ന്, രണ്ടാമത്തെ കാര്യം ടൂർണമെൻറ്റുകൾ നടത്തണമെന്നാണ്. നമ്മളിപ്പോൾ ടൂർണമെൻറ്റുകൾ നടത്താത്തതിൻ്റെ കാരണം ഇവിടെ കുറച്ച് പേർക്കെങ്കിലും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ കഴിഞ്ഞ തവണ എൻട്രി ഫീ വാങ്ങിച്ചുകൊണ്ട് ഒരു ടൂർണമെൻറ്റ് നടത്തിയ സമയത്ത് എൻട്രി ഫീ വാങ്ങിക്കൊണ്ട് ടൂർണമെൻറ്റ് നടത്തരുത് എന്ന് പറഞ്ഞ് കുറച്ച് പേർ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ അങ്ങനെയുള്ള ടൂർണമെൻറ്റുകൾ നടത്താത്തത്. എന്തായാലും ഇപ്പോൾ വെക്കേഷൻ ആയത് കാരണം എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയുന്ന രീതിയിൽ അങ്ങനെ ഒരു ടൂർണമെൻറ്റ് നടത്താം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എല്ലാവരും അറിയിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം നമ്മുടെ ഓപ്പണിംഗ് സീരീസാണ്. അത് അടുത്ത ആഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കിനി ഗെയിമിലേക്ക് വരാം. വൈറ്റ് ഇവിടെ ഒരു സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ് അറ്റാക്ക് ആരംഭിക്കുന്നത്. ആദ്യം ക്വീന് വെച്ച് ബിഷപ്പിനെ വെട്ടിയെടുത്തുകൊണ്ട് ആ ക്വീനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇപ്പോൾ ബ്ലാക്കിൻ്റെ റൂക്കിനെതിരെ അറ്റാക്കുമാണ്. ബ്ലാക്ക് ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാണ്. നൈറ്റ് ഉപയോഗിച്ച് ക്വീൻ എടുക്കുന്നു. ഇതോടെ അടുത്ത 2 മൂവിൽ വൈറ്റ് ബ്ലാക്കിനെ ചെക്ക്മേറ്റ് ചെയ്യായിരുന്നു. ആദ്യം നൈറ്റിനെ F6ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ ഒരു ഓപ്ഷനേ ഉള്ളൂ. കിങ് F8ലേക്ക് മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് ബിഷപ്പ് H6ലേക്ക് ഒന്ന് ചെക്ക് വന്നതോടെ ചെക്ക്മേറ്റ് ആകുകയായിരുന്നു. ഇത് വെറും 10 മൂവിൽ അവസാനിച്ച ഒരു ഗെയിമായിരുന്നു. ഈ ഗെയിം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.